ഇന്നായിരുന്നു നമ്മുടെ ഹെനയുടെ മംഗലം. എല്ലാരിലും മുമ്പ് ആദ്യം തന്നെ അവിടെ എത്തണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ അത് 8 നില പൊട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ തന്നെ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഇർഫാനാടെ വീട്ടിൽ പോകാൻ നിന്നപ്പോഴാണ് ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഈവനിങ് മാരേജിന് ഇടാനുള്ള ഡ്രസ്സ് ഒന്നും ഞാൻ പർച്ചേസ് ചെയ്തില്ല, നീ എന്റെ കൂടെ ട്രെൻഡ്സ് വരുന്നു വരെ. അങ്ങനെ കേട്ടപ്പോൾ ആദ്യം വണ്ടി സ്റ്റാർട്ടാക്കി ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ നമ്മുടെ ഐദു ബേബി ഭയങ്കര കരച്ചില്. അവനും കല്യാണത്തിന് വരണമെന്ന്. കല്യാണത്തിനല്ലടാ പോകുന്നത്, പർച്ചേസിങ്ങിനാന്ന് പറഞ്ഞിട്ട് അവൻ എവിടെ മനസ്സിലാകും. പിന്നെ അവനെയും ബുക്ക് എടുത്ത് മർഹബയെ പോയി 2 ഷേക്കും കുടിച്ച് നേരെ ട്രെൻഡ്സിലോട്ട് വിട്ടു. ട്രെൻഡ്സിൽ നിന്ന് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്ന ടൈമിലാണ് നമ്മുടെ ഹെന വിളിച്ചിട്ട്, എടി ഞാൻ പൂ മറന്നുപോയി, എനിക്ക് 2 പൂ വാങ്ങിച്ചിട്ട് വരാം. നാടായ നാട് മൊത്തം കറങ്ങി പൂവൊക്കെ അന്വേഷിച്ച് ഫൈനലി ഒരു കടയിൽ നിന്ന് പൂവൊക്കെ വാങ്ങി വീട്ടിൽ കൊടുക്കാൻ പോയപ്പോ നമ്മുടെ അഖിലാബാബു വിളിച്ചിട്ട്, എനിക്ക് മുടി വെട്ടാൻ പോകാൻ ആരും കൂട്ടില്ല, നീ എന്റെ കൂടെ വരാൻ പറഞ്ഞു. ഒരേ ഒരു ബഹളം. എന്ത് ചെയ്യാനാ, പിള്ളേർക്കൊക്കെ നമ്മളോട് വലിയ കാര്യമാണ്. നമ്മൾ നട്ടുച്ചയ്ക്ക് ബലേസെ മുടി വെട്ടാൻ പോയപ്പോ നമ്മുടെ ഗ്രൂം അവിടെ ഇരുന്ന് ഇന്നത്തെ ഫംഗ്ഷന് വേണ്ടിട്ട് ഒരുങ്ങുന്നു. കൂട്ടത്തിൽ ഓർത്ത ചങ്ങായിമാരോടുണ്ട്. ഇവരെ ഈ ലുക്കിൽ കാണുമ്പോ നമുക്ക് നല്ല ടെൻഷൻ ആയിരുന്നു, നമ്മളവിടെ കറക്റ്റ് ടൈമിൽ എത്തുക എന്നുള്ളതില്. പിന്നെ ഒന്നും നോക്കില്ല, വീട്ടിൽ വന്ന് തിരിച്ച് ട്രോളി എടുത്ത് നേരെ ഇർഫാനയുടെ വീട്ടിലോട്ട് വിട്ടു. 4:30 ഒരുങ്ങാൻ കയറിയിട്ട് നമ്മൾ ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു 5:45 കഴിഞ്ഞു കേട്ടോ. അവിടെ ഓൾറെഡി നമ്മുടെ ഗ്രൂമും ബ്രൈഡും എല്ലാരും വന്ന് ഫംഗ്ഷനും സ്റ്റാർട്ട് ചെയ്തു. ഇത് പറയാനായിട്ട് നമ്മുടെ കൂട്ടുകാരെല്ലാരും ഫോണിൽ വിളിച്ച് നല്ല തെറിയായിരുന്നേ. ഒന്നും നോക്കാതെ ലേറ്റ് ആയി ഞങ്ങൾ രണ്ടും കളിപ്പിച്ച് ഫോണിലെ വീഡിയോ ഓൺ ആക്കി അവളുമാരുടെ മുന്നോട്ട് ധൈര്യത്തോടെ ചെന്നു. എന്തുകൊണ്ടാണെന്നറിയോ, വീഡിയോ ഓൺ ആണ്, അവളുമാരെ തെറിയൊന്നും പറയില്ലെന്ന് നമുക്ക് ഉറപ്പാണ്. അൽഹംദുലില്ലാഹ് നിക്കാഹൊക്കെ നല്ല സെറ്റായി നടന്നു. സ്റ്റേജിൽ നിൽക്കുന്ന ചെക്കനും പെണ്ണിനും അവിടെ സന്തോഷമാണെങ്കിൽ താഴെ ഇരിക്കുന്ന നമ്മുടെ ഐദു ബേബിക്ക് ഭയങ്കര സങ്കടമാണ്. എന്തിനാന്നല്ലേ,